ബോട്ട് സർവീസുകളാണ്. ഇഷ്ടംപടി ബോട്ടുകൾ വന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ റെന്റിന് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാം. ആ, ഇഷ്ടംപടി ബോട്ടുകൾ വരുന്നുണ്ട്. നല്ല രസമുണ്ട്. അങ്ങനെ ഒത്തിരി ബോട്ടുകൾ വരുന്നുണ്ട്. അങ്ങനെ ഒരു ഇന്ത്യൻ ഫാമിലിയും വരുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ നടന്നു വന്നപ്പോഴത്തേക്ക് അങ്ങേയറ്റത്ത് ചെമ്മരിയാടുകൾ സൂം ചെയ്ത് കാണിക്കാവേ. ഇവിടുത്തെ മൊത്തം ചെമ്മരിയാടുകളെ നിൽക്കുന്ന കാണാം. ഇത് വീടിന്റെ രണ്ട് സൈഡിലും നടുക്കൂടെ കനാലുകൾ പോകുന്നുണ്ട്. പക്ഷെ വെള്ളം അത്ര നല്ല ക്ലിയർ അല്ല. ഇത് ചിലപ്പോൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നതായിരിക്കാം. പക്ഷെ നല്ല ഭംഗിയുണ്ട്. ഇത് ബോട്ട് സർവീസിന് വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കിയിട്ടേക്കുന്നതാണ്. ഇതിന് രണ്ട് സൈഡിലും ഹോട്ടലുകളൊക്കെ ഉണ്ട്. ചായ കുടിക്കേണ്ടവർക്ക്, ഫുഡ് കഴിക്കേണ്ടവർക്കൊക്കെ ഹോട്ടലുകളിൽ പോവാം. പിസ്സ ഷോപ്പും കോഫി ഷോപ്പും ഒക്കെ ആയിട്ട്. ഇന്ന് പക്ഷെ ഞായറാഴ്ച ആയത് കാരണം ക്ലോസ് ആണ്. ഇവിടെ കുറച്ച് ആൾക്കാർ ഐസ്ക്രീം ഒക്കെ കഴിച്ച് എൻജോയ് ചെയ്യുന്നു. ഇവിടെ ആണെങ്കിൽ ഷോപ്പുകളൊക്കെ ഉണ്ട്. കോഫി ഷോപ്പും സ്നാക്ക് ഷോപ്പൊക്കെ ഉണ്ട്. നല്ല രസമാണ് ഇവിടെ കാണാൻ. ഇങ്ങനെ നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളിവിടെ ഒരു പള്ളി കണ്ടേ. ഇത് മാർത്തോമ ചർച്ചാണ്. ഇന്ന് സർവീസ് ഒന്നും ഇല്ലായിരുന്നു, ക്ലോസ് ചെയ്തിട്ടേക്കുക. ഒരു ഇവാഞ്ചലിഷ ചർച്ച്. ഇവാഞ്ചലിഷ എന്ന് പറഞ്ഞാൽ മാർത്തോമ ചർച്ചാണ്. ഇപ്പൊ ആണെങ്കിൽ ഒരു ബോട്ട് പോകുന്നുണ്ട്. നിറച്ചും ആൾക്കാരുമായിട്ടാണ് പോകുന്നത്. നമ്മൾ നേരത്തെ ഇത് ബുക്ക് ചെയ്യണേ. ഇതുണ്ടോ, അടുത്ത ബോട്ടും വരുന്നുണ്ട്. നമ്മളിപ്പോൾ ബോട്ട് സർവീസിന് ബുക്ക് ചെയ്യാൻ വേണ്ടി അകത്ത് കയറിയേക്കാം. നമുക്ക് ഓൺലൈനിലും ചെയ്യാം, അതുപോലെ ഇവിടുന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാം. അടുത്ത ബോട്ട് സർവീസ് 12:30-ക്കാണ്. അതനുസരിച്ച് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അകത്ത് കയറിയേക്കുവാണ്. ഇത് ഇവിടെ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇങ്ങനെ ഓരോന്നുണ്ടാക്കി ചങ്കൊക്കെ വെച്ചിട്ട് ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുക. നല്ല രസമില്ലേ കാണാന്. പേള്, മാലകള്, ഫിഷൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് നല്ല രസമുണ്ട്. ഓരോ ഫിഷിനെയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതുപോലെ മാല, ശംഖൊക്കെ വെച്ചിട്ടുള്ള പെട്ടികള്. ഇപ്പൊ കാണാവേ ബോട്ടില് കുറച്ച് ആൾക്കാർ പാട്ടൊക്കെ പാടി ഭയങ്കര എൻജോയ് ചെയ്ത് വരുന്ന കാണാം. പാട്ടൊക്കെ വെച്ച്. ഇത് ബോട്ടല്ല, ചങ്ങാടം പോലത്തെ എന്തോ ഒരു സാധനമാണ്. അവരതിൽ കാറൊക്കെ വെച്ച് പണ്ട് കാലത്തെ കാറക്കൂട്ട. നമുക്ക് ഇവരോട് കുറച്ചു നേരം നടക്കാവേ. ഇത് പക്ഷെ നല്ല രസമുണ്ടല്ലോ. ആ, ബ്രൈറ്റ് ടു ബി അല്ലേ. ഇത് ബ്രൈറ്റ് ടു ബി എന്തോ ഒരു ഫംഗ്ഷൻ ആണ് നടക്കുന്നത്. ആ തലേ ക്യാപ്പ് വെച്ചിരിക്കുന്ന രണ്ടുപേരാണ് കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാര്. അവരുടെ കണ്ണാടി എഴുതി വെച്ചിട്ടുണ്ട് ബ്രൈറ്റ് ടു ബി എന്നും പറഞ്ഞിട്ട്. നമ്മളിപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ കയറിയേക്കുവാണേ. ഇവിടെ നല്ല നല്ല മാലകളൊക്കെ ഉണ്ട്. പക്ഷെ ഒരുമാതിരി റേറ്റും ഉണ്ട് കേട്ടോ. €89,
€144. അതുപോലെ നല്ല ഭംഗിയുള്ള കരകൗശല സാധനങ്ങൾ ഉണ്ട്. മയിലല്ല, മയിലും ഉണ്ട്. എന്താ, കൊക്കുണ്ട്, അതുപോലെ കപ്പലുകള്, ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കും ഇങ്ങനെ. അടിപൊളി. അങ്ങനെ നമ്മള് നെതർലൻഡിന്റെ അല്ലെങ്കിൽ ഹോളണ്ടിന്റെ ഒരു സുവനീർ മേടിച്ചേ. അങ്ങനെ നമ്മൾ ബോട്ട് സർവീസിന് വേണ്ടി ബോട്ട് സർവീസിലേക്ക് വരുന്നില്ല പറയാന്, നമ്മളെല്ലാരും കയറുവാണ് ബോട്ടിലോട്ട്. ഇപ്പൊ 12:30 ഇവിടെ ബോട്ട് സർവീസ്. ഒരാൾക്ക് €12 വെച്ചിട്ടാണ്. പിള്ളേർക്ക് 2 പിള്ളേർക്ക് കൂടി ഒരു ടിക്കറ്റാണ്. ഇപ്പൊ 4 പിള്ളേരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്, അവർക്ക് 2 ടിക്കറ്റ്. ബാക്കി വലിയവർക്കെല്ലാം ഒറ്റ ടിക്കറ്റ്. €12 ഒരു ടിക്കറ്റിന്. പിന്നെ മറ്റേ ചെറിയ ബോട്ടിന് €10. ഞങ്ങളിവിടെ ഇരുന്നോളാം. ഇപ്പൊ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തേക്കുവാണ് ബോട്ടിങ്. അവരൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. We have now 1 million tourists per year in this place. We have 2,600 people living here and 10,000 rental boats. Dus we have more boats than people living here. We zijn hier begonnen bij Grand Café van Varen. 65 jaar geleden is hier de film van Varen opgenomen. Door die films per year in this place. We have 2,600 people living here and 10,000 rental boats. Dus we have more boats than people living here. We zijn hier begonnen bij Grand Café van Varen. 65 jaar geleden is hier de film van Varen opgenomen. Door die film kwamen meer en meer toeristen naar het dorp toe. Dat is eigenlijk uitgelopen tot aan nu. We hebben meer dan 1 miljoen toeristen per jaar. We hebben rond de 3.000 verhuurboten hier in het dorp. En we hebben 26... അങ്ങനെ നമ്മുടെ ബോട്ട് യാത്ര നമ്മൾ ആരംഭിച്ചിരിക്കുന്നു. En de andere is om te trouwen. Die om te trouwen is hier aan de linkerkant. Als mensen gaan trouwen, dan doen ze nog steeds met een houten punten, versierd met bloemen. Tegenwoordig gewoon met de buitenboord, maar രണ്ട് ചർച്ചുണ്ട്. puntenstok. En dat deed eigenlijk altijd de oudste vrijgestelde man. En die punten bruisbaar hier naar de linkerkant bij het trapje. ഒന്ന് En മേരിയുടെ tegenover de പേരിലും trap stond dan een vrijgestelde ഒന്ന് ജോസഫിന്റെ vrouw. En പേരിലും, zo kwamen ze 2 സൈഡിലായിട്ട്. vrijgestellen af. Hier aan de right side is hier een man. En this man is Albert Mol. Albert Mol speling in de Molviertel van Varen. Hier aan de rechterkant staat een beeld. En dit beeld is അമാന എന്നാ പറഞ്ഞേ? Albert Mol meegedaan aan de film van Varen. ചർച്ചിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലായില്ലേ? 2 ചർച്ചുണ്ട്, ഓപ്പോസിറ്റ് ഇപ്പോസിറ്റ്. ഒന്ന് മേരിയുടെ പേരിലും ഒന്ന് ജോസഫിന്റെ പേരിലും. ഈ ടർക്കി ഇട്ടേക്കുന്ന വേണേ അവിടെ നിങ്ങൾക്ക് കൊണ്ടുപോകാന്ന്. ഞങ്ങൾക്കും ഇല്ല. ചെടികള്, പലതരത്തിലുള്ള ചെടികള്. അതും നല്ല രസമുണ്ട്. എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതുപോലെ അല്ലേ? കണ്ടോ, ഓരോ വീടിന്റെ സൈഡിൽ കൂടെ കനാലുകളുണ്ട് വെള്ളം പോകാൻ വേണ്ടി.
തണുക്കുന്നു. See here on the left side, a new roof. The new roof makes it into a rich. And a new roof, you have 40 years that you roof have, and then you make the new roof. The price of this roof is 40,000 euros. ആ റൂഫിന്റെ പൈസ 40,000 യൂറോയാണ്. ഇതുണ്ട് ന്യൂ റൂഫ് ഉണ്ടാക്കിയേക്കുന്നതാ. 40 വർഷം കഴിഞ്ഞായിരുന്നു മറ്റേത്, അത് മാറ്റി പുതിയതാക്കിയേക്കുവാ. പുല്ല് വെച്ചിട്ടാ 40,000 യൂറോയാണ് ഇത് ഇങ്ങനെ മേക്ക് ചെയ്യുന്നതിന്. 40 വർഷം കൂടുമ്പോ ഇത് ചേഞ്ച് ചെയ്യണമെന്ന്. ഈ പുല്ല് വെച്ചിട്ട് അങ്ങോട്ടാ തോന്നുന്നു കേട്ടോ. ഈ പുല്ല് വെച്ചിട്ടാ അത് ഉണ്ടാക്കുന്നത്. ഈ പുല്ല് വെച്ചിട്ടാ അത് ചെയ്തേക്കുന്നത്. ഇനി കായലിലോട്ട് ഇറങ്ങാൻ പോവാ ഇപ്പൊ. തണുക്കുന്നു ശരി. ഓ അടിപൊളി, നല്ല വ്യൂ. We're driving now on the lake at Boogvliet, and the leveling of the lake is 1 meter. First was the land gaat nog more and more watertoeristen in. ഭയങ്കര തണുപ്പാ. നല്ല രസമല്ലേ? കണ്ടു പോകുന്നുണ്ടല്ലോ അതിനകത്ത് ചെറിയ ബോട്ടുകൾ. ഈ വലുതല്ലേ ഇത് കായല, നമുക്ക് എന്ത് നീളോ. ശരി. ഓ ഭയങ്കരമായിട്ട് തണുക്കുന്നു. നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഈ കാറ്റ് കാരണം. ഓ ഭയങ്കരമായിട്ട് തണുക്കുന്നു. നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഈ കാറ്റ് കാരണം. അത് ഈ കായലിലെ കാറ്റ് കാരണം. കടലില്ല, കായലല്ലേ ഉള്ളൂ. ആണോ? ഇതൊരു സ്കൂളിലെ പിള്ളേർക്ക് വേണ്ടി ക്യാമ്പിന് വേണ്ടിയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ്. ഒരു 50 പേരെ അക്കോമഡേറ്റ് ചെയ്യാണ് ആ ബിൽഡിങ്. ഒരു ബോട്ട് പോകുന്ന ആ ബോട്ടിന്റെ ഏറ്റവും ഫ്രണ്ടില് ഒരു പട്ടി നിൽക്കുന്നു. സൂം ചെയ്ത് കാണിക്കാം. ഐലൻഡ് ആണ് ശരിയാ? Yeah, this one bedroom is free. Okay. That's on this island. One bedroom free. Only one house inside. Only one house. No, this the small house is a bedroom. Okay, small white one. Yeah. അത് ബെഡ്റൂം ആണ് വൈറ്റ് ആയിട്ട് കാണുന്നത്. This is free. Yes. In the city you pay every. നമ്മുടെ ബോട്ട് യാത്ര ഇവിടെ കൊണ്ട് തീരുവാണേ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അത് ആംസ്റ്റർഡാമിന്റെ തൂലിപ്പ് കാഴ്ചകളാണ് അടുത്തതായിട്ട് വരുന്നത്. ആരും കാണാൻ മറക്കരുത്.